എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മല്ലു മെഡിക്കോസ് ലോഞ്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീടുകളിൽ സുരക്ഷിതരായിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ലോക്ക്ഡൗൺ ഇപ്പോൾ ഉണ്ടാക്കാനിടയായിട്ടുള്ള കൊറോണ വൈറസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കൊറോണ വൈറസിനെ പറ്റി പറയുന്നതിന് മുമ്പ് വൈറസുകൾ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ മാത്രം ജീവിക്കാൻ കഴിവുള്ള ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയകൾ എക്സ്ട്രാ സെല്ലുലാർ പാത്തോജൻസ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ വൈറസസ് ആർ ഒബ്ലിഗേറ്റ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ്സ്. സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ അതിന് ലൈഫ് ഉള്ളൂ. അപ്പോൾ ഈ കൊറോണ വൈറസ് ഒരു എൻവലപ്ഡ് വൈറസ് ആണ്. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ഈ വൈറസിന് ജനറ്റിക് മെറ്റീരിയൽ ഒരു RNA ആണ്. അപ്പോൾ കൊറോണ വൈറസിന് എങ്ങനെയാണ് ഈ പേര് വന്നത് നമുക്ക് നോക്കാം. ഈ വൈറസിന് ഈ പേര് വന്നത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ ഈ കൊറോണ വൈറസിന് നോക്കുമ്പോൾ അവരുടെ സർഫസിൽ ക്രൗൺ ലൈക്ക് അപ്പിയറൻസ് കാണാറുണ്ട്. ക്രൗൺ ലൈക്ക് അപ്പിയറൻസ് നമ്മൾ പറയുന്നത് ഒരു കിരീടം വെച്ച പോലത്തെ അപ്പിയറൻസ്. അപ്പോൾ ഇത്തരത്തിൽ ക്രൗൺ ലൈക്ക് അപ്പിയറൻസ് അവർക്ക് വരാൻ കാരണം അവരുടെ സർഫസിൽ ധാരാളം ക്ലബ് ഷേപ്ഡ് പ്രോട്ടീൻ സ്പൈക്സ് ഉണ്ട് എന്നുള്ളതാണ്. ക്ലബ് ഷേപ്പ് പ്രോട്ടീൻ പ്രൊജക്ഷൻസ് അഥവാ സ്പൈക്സ് ഉണ്ട്. ഈ സ്പൈക്സ് ഇങ്ങനെ നിരന്നിരിക്കുന്നത് ഒരു കിരീടം വെച്ച പോലെ തോന്നും നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇവരെ ലേറ്റർ കൊറോണ എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറിലും ചാനലിലും ഒക്കെ കാണുന്ന ആ ടിപ്പിക്കൽ കൊറോണ വൈറസിൻ്റെ അപ്പിയറൻസ് നമുക്ക് നേക്കഡായി കൊണ്ട് കാണാൻ പറ്റുന്നതല്ല. അതേപോലെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ്, സാധാരണ ബാക്ടീരിയനൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് മൈക്രോസ്കോപ്പിലും കാണാൻ പറ്റില്ല. നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ വൈറസുകളുടെ മോർഫോളജി കണ്ടുപിടിക്കാനും ഷേപ്പും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഇപ്പോൾ കൊറോണ വൈറസുകൾ 3 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് 1 കൊറോണ വൈറസ്, ഗ്രൂപ്പ് 2 ആൻഡ് ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 1 കൊറോണ വൈറസിനകത്ത് വരുന്നതാണ് ഹ്യൂമൻ കൊറോണ വൈറസ് 229E, ഹ്യൂമൻ കൊറോണ വൈറസ് NL63. ഗ്രൂപ്പ് 2 കൊറോണ വൈറസിൽ വരുന്നവരാണ് ഹ്യൂമൻ കൊറോണ വൈറസ് OC43, ഹ്യൂമൻ കൊറോണ വൈറസ് HKU1 ആൻഡ് സാർസ് കൊറോണ വൈറസ്. ഗ്രൂപ്പ് 3 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന കൊറോണ വൈറസുകൾ ഹ്യൂമൻ ബീങ്സ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നവരല്ല. ദേ കോസ് മെയിൻലി ഇൻഫെക്ഷൻസ് ഇൻ ചിക്കൻസ്, അതായത് ഏവിയൻസിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഗ്രൂപ്പ് 3 കൊറോണ വൈറസസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, സ്ലൈഡിൽ കാണുന്നതാണ് കൊറോണ വൈറസിൻ്റെ ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കാണുമ്പോൾ. ലൈക്ക് ഒരു ക്രൗൺ ലൈക്ക് പ്രൊജക്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രൊജക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മോർഫോളജി എന്താണ് അതിൻ്റെ ടിപ്പിക്കൽ അപ്പിയറൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനാണ് മോർഫോളജി എന്ന് പറയുന്നത്. മോർഫോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർഫസ് പ്രൊജക്ഷൻസ് അഥവാ സ്പൈക്സ് ഉള്ള ഒരു വൈറസാണ് കൊറോണ വൈറസ്. അവരുടെ ന്യൂക്ലിക് ആസിഡ് വന്നിട്ട് RNA ആണ് നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ കൊറോണ വൈറസ് ഒരു എൻവലപ്പ് വൈറസ് ആണ്. എൻവലപ്പ് ഇസ് മേഡപ്പ് ഓഫ് ലിപ്പിഡ്. ലിപ്പിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു എൻവലപ്പ് ഉണ്ട് ഈ വൈറസിന്. അപ്പോൾ എൻവലപ്പിൻ്റെ ഉള്ളിലുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ന്യൂക്ലിയോ ക്യാപ്സിഡ്. ന്യൂക്ലിയോ ക്യാപ്സിഡ് ഇസ് മേഡപ്പ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് ആസ് ന്യൂക്ലിയോ ക്യാപ്സിഡ് പ്രോട്ടീൻ. അപ്പോൾ ന്യൂക്ലിയോ ക്യാപ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള RNA ഉള്ളത്. ഈ RNAയുടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബീഡ് ഓൺ സ്ട്രിങ് അപ്പിയറൻസ് ആണ്. നമുക്കൊരു സ്ട്രിങ്ങിൽ ഇങ്ങനെ മുത്തു കോർത്ത് വെച്ച പോലെയാണ് അവരുടെ RNA ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു എൻവലപ്ഡ് വൈറസ് ആണെന്ന്, അവരുടെ സർഫസിൽ സ്പൈക്സ് ഉണ്ടെന്നും പറഞ്ഞു. ഈ സ്പൈക്സ് ആണ് ക്രൗൺ ലൈക്ക് അപ്പിയറൻസ് അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കൊറോണ എന്നുള്ള പേര് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എൻവലപ്ഡ് വൈറസുകൾക്കുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ എൻവലപ്ഡ് വൈറസുകളെ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകണം. ഇനി സോപ്പും വെള്ളവും അല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് റബ്ബുകൾ യൂസ് ചെയ്തിട്ട് ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ പറയാൻ കാരണം ഇവർക്ക് എൻവലപ്പ് ഉണ്ട്. എൻവലപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ലിപ്പിഡ് വെച്ചാണ്. ഈ ലിപ്പിഡ് നമ്മൾ സോപ്പ് വെച്ച് കൈ കഴുകുമ്പോഴും അതേപോലെ തന്നെ ആൽക്കഹോൾ യൂസ് ചെയ്ത് ഹാൻഡ് റബ്ബ് ചെയ്യുമ്പോഴും ഈ പറയുന്ന ലിപ്പിഡ് ഡിസ്ട്രോയ് ആയിട്ട് നമ്മുടെ വൈറസ് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്താൽ തന്നെ ഒരു പരിധി വരെ ഈ വൈറസിന് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ കൊറോണ വൈറസസ് കുറേ എണ്ണം ഉണ്ട്. 229E, NL63, OC43, HKU1 എന്നൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. പിന്നെ വേറെ കുറച്ച് ഹ്യൂമൻ കൊറോണ വൈറസസ് ഉണ്ട്. ഇനി അത്ര കോമൺ അല്ലാത്ത ഹ്യൂമൻ കൊറോണ വൈറസുകളാണ് MERS കൊറോണ വൈറസ് ദാറ്റ് കോസസ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. അടുത്തതാണ് സാർസ് കൊറോണ വൈറസ് വിച്ച് കോസസ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം. സാർസിൻ്റെ ഫുൾ ഫോം സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ട് അല്ലേ. സാർസ് കൊറോണ വൈറസിന് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് സാർസ് കൊറോണ വൈറസിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ COVID-19 എന്ന് പറയുന്ന ഒരു പുതിയ സ്ട്രെയിനാണ്. ആ സ്ട്രെയിനിൻ്റെ മറ്റൊരു പേരാണ് SARS-CoV-2, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2. കാരണം ഇതൊരു പുതിയ സ്ട്രെയിനാണ്. ഇതിന് മുന്നേയും സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ടാക്കുന്ന കൊറോണ വൈറസുകൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രെയിനുമായിട്ട് ഈ സ്ട്രെയിനിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ SARS-CoV-2
2 എന്ന് വിളിച്ചത്, അഥവാ COVID-19 എന്നുള്ളൊരു ഡിസീസ് നമ്മൾ പേര് കൊടുത്തത്. ഇതിന് മുന്നേയും SARS-CoV ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി എപ്പിഡമോളജി നോക്കാം. എപ്പിഡമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ എവിടെയൊക്കെയാണ് മുന്നേ ഇത്തരത്തിലുള്ള ഔട്ട്ബ്രേക്സ് ഈ പറയുന്ന വൈറസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ 2003 സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ഔട്ട്ബ്രേക്ക് SARS കൊറോണ വൈറസ് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ സ്ട്രെയിനെ SARS-CoV-2 എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഈ ഉണ്ടാക്കിയ സ്ട്രെയിന് SARS-CoV എന്നാണ് പേരിട്ടിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഇൻഫെക്ഷൻ ഉണ്ടാക്കിയ സ്ട്രെയിൻ SARS-CoV എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് 774 പേര് ഡെത്ത് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 2012 മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെ MERS-CoV എന്നാണ് ഷോർട്ട് ഫോം ആയിട്ട് വിളിച്ചിരുന്നത്. 400-ലധികം ആളുകൾ അന്ന് മരിച്ചിട്ടുണ്ട്. 2015 മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സൗത്ത് കൊറിയയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതും MERS-CoV എന്നാണ് പേര്. 36 പേരാണ് ഡെത്ത് ആയിട്ടുണ്ടായിരുന്നത്. 2018 വീണ്ടും മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. MERS-CoV തന്നെയാണ് വൈറസ് ടൈപ്പ്. അവിടെ 41 പേരാണ് ഡെത്ത് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 2019 ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കിപ്പോൾ കുറച്ച് സിവിയർ ആയപ്പോൾ 2020 നമ്മൾ അറിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ 2019 ലാസ്റ്റ് മുതൽ ഇപ്പോൾ 2020 അറ്റ് പ്രസൻറ്റ് വരെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണ വൈറസ് പാൻഡമിക് SARS-CoV-2 എന്നാണ് വൈറസ് ടൈപ്പിൻ്റെ സ്ട്രെയിൻ്റെ പേര്. അപ്പോൾ എത്ര ഡെത്ത് ആയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. നമ്മൾ ന്യൂസ് പേപ്പറിൽ കൂടെയൊക്കെ ഇപ്പോൾ പ്രസൻറ്റ് സിനാരിയോ എന്താണെന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്കുണ്ടാക്കിയ കൊറോണ വൈറസ് ഇൻഫെക്ഷനെ SARS-CoV-2 എന്നാണ് വൈറസിൻ്റെ ടൈപ്പ് പേര്. പക്ഷേ നമ്മൾ ഡിസീസിനെ വിളിക്കുന്ന പേര് COVID-19 എന്നാണ്. 2019 റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കൊറോണ വൈറസ് ഡിസീസ് 2019 COVID-19 എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് ഒറിജിനേറ്റ് ചെയ്തത് പാൻഡമിക് ആണ്. പാൻഡമിക് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഔട്ട്ബ്രേക്ക് ഉണ്ടായി എന്നുള്ള ടേമാണ് പാൻഡമിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ COVID-19 ഒരു പാൻഡമിക് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് വുഹാൻ സിറ്റി ഓഫ് ചൈനയിലാണ്. അപ്പോൾ ഇനീഷ്യലി ഈ വൈറസിൻ്റെ പേര് വിളിച്ചിരുന്നത് 2019 nCoV എന്നായിരുന്നു. പിന്നെ ലേറ്ററാണ് SARS-CoV-2 എന്ന് റീനെയിം ചെയ്തത് ബൈ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓൺ ടാക്സോണമി ഓഫ് വൈറസസ്. 2003 ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ബ്രേക്കിനോട് ഒരു 70% ജനറ്റിക് സിമിലാരിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന COVID-19 സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് അറിയില്ല, ബട്ട് 90% സിമിലാരിറ്റി ഒരു ബാറ്റ് വൈറസിനോട് ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ബാറ്റാണ് അവരുടെ സോഴ്സ് എന്ന് കുറച്ച് ആൾക്കാരെങ്കിലും പറയുന്നു. ഇറ്റ് ഇസ് നോട്ട് കൺഫേം. അതുകൊണ്ട് തന്നെ ഇതിന് സൂനോട്ടിക് ആണോ ഇതിൻ്റെ ഒറിജിൻ, അതായത് ആനിമൽസ് ആണോ അവരുടെ സോഴ്സ് എന്നുള്ളതിന് സംശയങ്ങളുണ്ട്. അത് കൺഫേം ആയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് COVID-19 അഥവാ SARS-CoV-2 എന്ന് പറയുന്ന വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവയർനെസ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. വെൻ ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ കഫ് ഓർ സ്നീസസ്, ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ മൗത്തും അതേപോലെ തന്നെ നോസും ഒന്നും കവർ ചെയ്യാണ്ട് കഫ് ചെയ്യുകയും സ്നീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ വൈറസ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഈ വൈറസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് 6 feet ഡിസ്റ്റൻസ് വരെയാണ് ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക ഡ്രോപ്ലെറ്റ്സ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാൾ ഇവരുടെ ഇൻഹലേഷൻ്റെ ഭാഗമായിട്ട് ഈ വൈറസിനെ ഇൻഹേൽ ചെയ്യുമ്പോഴാണ് ആ ആൾക്ക് വീണ്ടും ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഇതുപോലെ ഒരാൾ കഫിയോ സ്നീസിയോ ചെയ്യുമ്പം ഉണ്ടായിട്ടുള്ള വൈറസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഡ്രോപ്ലെറ്റ്സ് ഇല്ലേ, അത് ആ സർഫസിലൊരു 6 feet ഡിസ്റ്റൻസിൽ എവിടെയെങ്കിലും പോയി സെറ്റിലാവും കുറേ സമയം കഴിയുമ്പോൾ. ഈ സർഫസുകളിൽ നമ്മൾ നമ്മുടെ ഹാൻഡ് വെച്ച് ടച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഹാൻഡ് നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് വാഷ് ചെയ്യാണ്ട് നമ്മുടെ മൗത്ത്, നമ്മുടെ നോസ്, നമ്മുടെ ഐസ് ഇതേപോലെയുള്ള ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതുവഴിയും വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യാം. ഇപ്പോൾ പല സർഫസുകളിലും പല ഡ്യൂറേഷനിലാണ് വൈറസിന് എലൈവായിട്ടിരിക്കാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു ഇതൊരു ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിന് പുറത്ത് ഇതിന് ലൈഫ് ഇല്ല എന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഒരു പരിധി വരെ കുറച്ച് സമയങ്ങളിൽ അവർക്ക് ഇരിക്കാൻ പറ്റും, ചുരുങ്ങിയ സമയങ്ങളിൽ അവർക്ക് ലൈവായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കോപ്പർ സർഫസിനകത്താണെങ്കിൽ 4 hours വരെയാണ് ഇരിക്കാൻ പറ്റുന്നത്. വുഡൻ ആയിട്ടുള്ള കബേർഡ്സ് പോലത്തെ ടേബിൾസ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ 24 hour വരെ ഇരിക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിലും അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും 2 to 3 days ഇരിക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ടച്ച് ചെയ്യുന്ന ഏത് സർഫസിലാണ് ഇതേപോലെ വൈറസ് സെറ്റിലായിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഹാൻഡ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാണ്ട് നമ്മുടെ മൗത്തും നോസിലേക്കും ഐസിലേക്കും കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഈസിലി തന്നെ ഇൻഫെക്ഷൻ കിട്ടും. അപ്പോൾ ഈ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വന്നിട്ട് 1 to 14 days ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലയളവൊക്കെ ആദ്യത്തിൽ ഒരു 14 days എന്നൊക്കെ കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ 21 days ആക്കി മാറ്റി. ഒരു 14 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വൈറസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ടൈമിൽ ചില ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം.
പക്ഷെ ഭൂരിഭാഗം ആളുകളും അസിംറ്റമാറ്റിക് ആയിരിക്കും. അതായത് അവർക്ക് യാതൊരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാവില്ല. വൈറസ് അവരുടെ ബോഡിയിലുണ്ട്, എന്നിരുന്നാൽ കൂടി അവർക്ക് യാതൊരു തരത്തിലുള്ള രോഗലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇൻക്യുബേഷൻ പീരീഡിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾക്ക് തന്നെ അറിയില്ല അയാൾ രോഗിയാണ്. അപ്പോൾ വേറൊരാളെ പോയി സന്ദർശിക്കുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആ ഇൻക്യുബേഷൻ പീരീഡിൽ ഇരിക്കുന്ന ആളുടെ ബോഡിയിലുള്ള വൈറസ് മറ്റേ ആൾക്കും സ്വാഭാവികമായിട്ടും കിട്ടും. അപ്പോൾ ഒരാൾ ഭയങ്കര സിക്കാണെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ കുറച്ച് അകലം പാലിക്കും. പക്ഷേ ഇൻക്യുബേഷൻ പീരീഡിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അയാൾക്ക് ആക്ച്വലി രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് ഓരോ ആൾക്കാർക്കും വ്യത്യസ്തപ്പെടാം. 14 ഡേയ്സ് തന്നെ എന്നൊന്നും അല്ല, ഏകദേശം 19-21 ഡേയ്സ് ഒക്കെ വരാറുണ്ട്. കൂടുതലായിട്ട് നമ്മൾ പാത്തോഫിസിയോളജി പറയുമ്പോൾ ഇൻഫെക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതിനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൊറോണ വൈറസ് ഇൻഫെക്ഷൻസ് വന്നിട്ട് സിവിയർ ആയിട്ടുള്ള ആളുകൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, ഓൾഡ് ഏജിലുള്ള ആൾക്കാർ, അതുപോലെ ചെറിയ കുട്ടികൾ, ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി പൊതുവെ കുറവായിരിക്കും. അതേപോലെ മറ്റുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, ഇപ്പോൾ കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്കാർ, ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ള ആൾക്കാർ, അതേപോലെ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ക്യാൻസറിന് കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആളുകളിലാണ് കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ട്, പഠനങ്ങളനുസരിച്ച്, മുന്നത്തെയൊക്കെ കേസസ് അനുസരിച്ച്. അപ്പോൾ മൈക്രോ ഓർഗാനിസം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള റിയാക്ഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിലുള്ള WBCs, ന്യൂട്രോഫിൽസ്, അതേപോലെ മാക്രോഫേജസ് തുടങ്ങിയ ആൾക്കാരൊക്കെ നമ്മുടെ ആൽവിയോളെ വന്നിട്ട് ഫില്ല് ചെയ്യും, ലങ്സിൻ്റെ ആൽവിയോളെ വന്നിട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ആൽവിയോളെ എന്ന് പറയുന്നത് നോർമലി എയർ മാത്രം പാസേജ് ചെയ്യാനുള്ള ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലൂയിഡ്സും കാര്യങ്ങളും സെൽസും ഒക്കെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാസിൻ്റെ എക്സ്ചേഞ്ചിനും പ്രോപ്പർ എക്സ്ചേഞ്ചിനും അതൊരു ഇൻ്റർഫറൻസ് ആണ്, ബ്ലോക്ക് ആവും. അപ്പോൾ നമുക്ക് വരുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സീമിയ, അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടാണ്ട് വരും. ഓക്സിജൻ കിട്ടാണ്ട് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ ഒരു സിംറ്റമാണ് ബ്രീത്ത്ലെസ്നെസ് അഥവാ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശ്വാസ തടസ്സം നമ്മൾ പറയും മലയാളത്തിൽ. അപ്പോൾ അത് ഇത്തരത്തിലൊരു പാത്തോഫിസിയോളജി ഇതിൻ്റെ പുറകിൽ നടക്കുന്നതുകൊണ്ടാണ് ഗ്യാസസിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്ചേഞ്ചിന് തടസ്സം ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അഥവാ ബ്രീത്ത്ലെസ്നെസ് എന്നുള്ള പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും പേഷ്യൻസ് കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ നമ്മൾ നോക്കാം. ഫീവർ ഉണ്ടാവും, ഡ്രൈ കഫ്, ഫാറ്റീഗ്, സ്പ്യൂട്ടം പ്രൊഡക്ഷൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാറുണ്ട്, കുറച്ച് ആൾക്കാർക്ക് സോർ ത്രോട്ട് ഉണ്ടാവാറുണ്ട്, തൊണ്ടവേദന, ഹെഡേക്ക് ഉണ്ടാവാറുണ്ട്, നോസിയ ആൻഡ് വോമിറ്റിംഗ്, നേസൽ കൺജഷൻ, ഡയറിയ, ഹീമോപ്റ്റൈസിസ്, അതായത് നമ്മൾ ബ്ലഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള സ്പ്യൂട്ടം സ്പിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹീമോപ്റ്റൈസിസ് എന്ന് പറയുന്നത്, കൺജങ്ക്റ്റൈവൽ കൺജഷൻ. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കൊറോണ വൈറസ് ഇൻഫെക്ഷനുള്ള പേഷ്യൻസ് കാണിക്കുന്ന സിംറ്റംസ്. ഇപ്പോൾ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെസിമെൻസിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പിൾസ് വന്നിട്ട് നേസോഫാരഞ്ചിയൽ സ്വാബാണ്. നേസോഫാരഞ്ചിയൽ സ്വാബ് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ നിന്നും ഓറോഫാരഞ്ചിയൽ സ്വാബ്സ് കളക്ട് ചെയ്യാറുണ്ട്. ഇനി ഇതും ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ നിന്നും നേസൽ മിഡ് ടെർമിനേറ്റ് എന്ന് പറയുന്ന സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഈ സാമ്പിൾസ് കളക്ട് ചെയ്തത് പ്രോപ്പറായിട്ടുള്ള വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിനകത്ത് സൂക്ഷിച്ചിട്ടാണ് നമ്മുടെ ലബോറട്ടറികളിൽ എത്തിക്കുന്നത്. ലബോറട്ടറി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് 3 ടെസ്റ്റുകളാണ് ചെയ്യാറ്. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ടൈം എടുക്കുന്ന ടെസ്റ്റായിരുന്നു, പക്ഷേ സ്പെസിഫിസിറ്റി നല്ല കൂടുതലുള്ള ടെസ്റ്റായിരുന്നു. അതിൻ്റെ പേര് PCR എന്നാണ്, RT-PCR എന്ന് പറയും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലായ RNA കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഈ പറയുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിസിറ്റി കൂടുതലാണ് എന്ന് ഉദ്ദേശിച്ചത് പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ വൈറസിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണെങ്കിൽ പോലും അതിനെ ഒരുപാട് മടങ്ങ് ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്നുള്ള റിസൾട്ട് തന്നെ കിട്ടും. അതാണ് സ്പെസിഫിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ടെസ്റ്റ് ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്തെടുത്ത ആൻറ്റിബോഡീസ് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. ഇത് നമുക്ക് എലൈസ യൂസ് ചെയ്യാം, പക്ഷേ എലൈസ ഇപ്പോൾ പ്രാക്ടിക്കലി ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ടെസ്റ്റുകളാണ്. റാപ്പിഡ് ടെസ്റ്റിനെ പറ്റി ഇപ്പോൾ എല്ലാവരും ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടാവും. റാപ്പിഡ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുഖം വന്ന് ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നതല്ല. ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടാൻ വളരെ കുറച്ച് സമയം മതി എന്നുള്ളതാണ് റാപ്പിഡ് ടെസ്റ്റിൻ്റെ മീനിങ്. ഒരുപാട് പേർക്ക് മിസ്കൺസെപ്റ്റ് ഉണ്ട്. ഈ അസുഖം വന്നാൽ ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റിനെയാണ് റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ല, ഏറ്റവും നല്ല ടെസ്റ്റ് PCR തന്നെയാണ്, RT-PCR തന്നെയാണ്. പക്ഷേ RT-PCR 2-4 ദിവസങ്ങൾ സമയമെടുക്കുന്ന ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ റാപ്പിഡ് ടെസ്റ്റിലേക്ക് ഒരു പരിധി വരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. റാപ്പിഡ് ടെസ്റ്റിനകത്ത് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
RT-PCR ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെയധികം പ്രിക്കോഷൻസ് ആവശ്യമുണ്ട്. നേസോഫാരഞ്ചൽ സ്വാബൊക്കെ കളക്ട് ചെയ്തിട്ട് വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയത്തിനകത്ത് സൂക്ഷിച്ചിട്ടാണ് ലാബിൽ എത്തിക്കുന്നത്. പക്ഷേ അതേസമയം നമുക്ക് ഈ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് സാമ്പിൾ മതി. അത് ബ്ലഡ് വന്നിട്ട് വീനസ് ബ്ലഡ് നമ്മൾ സിറിഞ്ച് ആൻഡ് നീഡിൽ വെച്ച് കളക്ട് ചെയ്യണമെന്ന് പോലുമില്ല. ഈവൻ ഫിംഗർ പ്രിക്കിൽ നിന്ന് എടുക്കുന്ന ക്യാപ്പിലറി ബ്ലഡ് മതി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബ്ലഡ് 1-2 ഡ്രോപ്പ് നമ്മൾ ഈ പറഞ്ഞ റാപ്പിഡ് ടെസ്റ്റ് കാർഡിലേക്ക്, കാട്രിഡ്ജാണ്, നമുക്ക് എല്ലാവർക്കും പ്രഗ്നൻസി ടെസ്റ്റിനെ പറ്റി അറിയാമായിരിക്കും, കിറ്റിനെ പറ്റി എല്ലാവരുടെ വീടുകളിലും ലേഡീസ് യൂസ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അത്തരത്തിലൊരു കിറ്റാണ്, ഒരു കാർഡാണ് ഈ പറഞ്ഞ റാപ്പിഡ് ടെസ്റ്റ് കാർഡ്. അപ്പോൾ ഈ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഡ്രോപ്പ് ബ്ലഡിൻ്റെ ആവശ്യമുള്ളൂ. ബ്ലഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കിറ്റിലൂടെ അത് ക്യാപ്പിലറി ആക്ഷൻ വഴി മൂവ് ചെയ്യും. IgG ആൻറ്റിബോഡീസ് അതേപോലെ IgM ആൻറ്റിബോഡീസ്, ഈ 2 ആൻറ്റിബോഡീസ് ഉണ്ടോ എന്നാണ് നമ്മൾ ഈ പറയുന്ന കിറ്റിലൂടെ നോക്കുന്നത്. പക്ഷേ ഈ കിറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് ചെയ്ത് കിട്ടാൻ സമയം വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. പക്ഷേ ഈ ടെസ്റ്റിൻ്റെ സെൻസിറ്റിവിറ്റി കുറവാണ്. അതായത് വളരെ കുറഞ്ഞ അളവിലെ ആൻറ്റിബോഡീസ് ഉള്ളെങ്കിൽ ഒരു പരിധി വരെ ഇത് ഡിറ്റക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് തരണമെന്ന് നിർബന്ധമില്ല. ഈ ടെസ്റ്റിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ കുറച്ചധികം സമയം കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള സ്റ്റേറ്റ് കുറച്ചധികം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ സിംറ്റംസ് ഒക്കെ വന്ന ശേഷം വീണ്ടും ഒരു 7-8 ദിവസത്തിന് ശേഷമേ നമ്മുടെ ബോഡിയിൽ IgM എന്ന് പറയുന്ന ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഈ സമയത്ത് നമ്മൾ പേഷ്യൻ്റെ ബ്ലഡ് കളക്ട് ചെയ്ത് കിറ്റിൽ ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാർഡിൽ IgM പോസിറ്റീവ് എന്ന് കാണിക്കുകയുള്ളൂ. ഇനി IgM വന്ന് കുറേ നാളും കൂടെ കഴിഞ്ഞ ശേഷമേ നമുക്ക് IgG ആൻറ്റിബോഡീസും അപ്പിയർ ചെയ്യുള്ളൂ. അപ്പോൾ മാത്രം നമ്മൾ ഈ കിറ്റ് യൂസ് ചെയ്താലേ ആ കിറ്റിനകത്ത് IgG ആൻറ്റിബോഡീസിൻ്റെ ലൈനും പോസിറ്റീവ് റിസൾട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് PCR ആണെങ്കിൽ ഒരു പരിധി വരെ ഏറ്റവും ആദ്യം തന്നെ ഇൻഫെക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് സ്പെസിഫിസിറ്റിയും സെൻസിറ്റിവിറ്റിയും കൂടുതലാണ്. പക്ഷേങ്കിൽ റാപ്പിഡ് ടെസ്റ്റിൻ്റെ ന്യൂനത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് സമയം കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതായത് പേഷ്യൻറ്റിന് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുണ്ടാവും നമുക്ക് ഈ പറയുന്ന ആൻറ്റിബോഡീസ് പേഷ്യൻ്റെ ബോഡിയിൽ വരുമ്പോഴത്തേക്കും. അതാണ് ഇതിൻ്റെ ഒരു അപാകത എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്കാനാണ്. CT സ്കാൻ പോലെയുള്ള കാര്യങ്ങളാണ്. അത് ജസ്റ്റ് നമുക്ക് ഇന്ന ഡിസീസാണ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. പക്ഷേ PCR ഒക്കെ നെഗറ്റീവ് റിപ്പോർട്ട് തരുന്ന സമയത്ത് നമുക്കൊന്ന് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CT സ്കാൻസിൻ്റെ റിപ്പോർട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡയഗ്നോസിസിൻ്റെ ഭാഗമായിട്ട് COVID-19 ഇപ്പം നിലവിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം. പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത്തരത്തിൽ ലോക്ക്ഡൗൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നത്. അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് അസുഖം പരരാണ്ടിരിക്കാനാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഹാൻഡ് വാഷിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് എൻ എൻവലപ്പ് വൈറസ്. പുറത്തുള്ളത് ലിപ്പിഡ് എന്ന് പറയുന്ന സാധനമാണ്. വൈറസ് സർഫസിനകത്ത് ലിപ്പിഡ് മിക്കവാറും സോപ്പിലും ഡിസിൻഫെക്റ്റൻസിലും ഡിറ്റർജൻസിലും ഒക്കെ നശിച്ചു പോകുന്ന എൻവലപ്പാണ്. എൻവലപ്പ് നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈറസ് നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഹാൻഡ് വാഷിംഗ് പ്രാക്ടീസ് ചെയ്യുക. സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വാഷിംഗ് അഥവാ ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക. അതേപോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. നമ്മളിപ്പോൾ ഒരാളുമായിട്ട് മറ്റൊരാൾ സംസാരിക്കുന്നൊക്കെ സമയത്ത് ഒരു 6 feet അകലം പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇപ്പോൾ കൊറോണ വൈറസിന് വാക്സിൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പം ഉള്ളൊരു മെയിൻ പ്രശ്നം. അപ്പോൾ ഇനി ഭാവിയിൽ നമ്മൾ വാക്സിനൊക്കെ കണ്ടുപിടിക്കാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇനീഷ്യലി ട്രയൽസ് നടക്കുകയാണ്. US-ലും അതേപോലെ ചൈനയിലൊക്കെ ട്രയൽസ് നടക്കുന്നുണ്ട്. പക്ഷേ അത് ഹ്യൂമൻ ബീങ്സിലെ ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള വാക്സിനായിട്ടൊന്നും ഇറക്കിയിട്ടില്ല. അപ്പോൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ അഥവാ COVID-19 എന്ന് പറയുന്ന വൈറസിനെ മാത്രം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നമുക്കില്ല. അപ്പോൾ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു COVID-19 വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സിംറ്റംസ്. അപ്പോൾ ഈ സിംറ്റംസും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു പരിധിവരെ ആ സിംറ്റംസിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കാറ്. ഫീവറിനുള്ളത്, സോർ ത്രോട്ടിനുള്ളത്, അതേപോലെ റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവർക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവ് തെറാപ്പിയാണ് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൊറോണ വൈറസിനെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.